വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡീവൽ ഇന്ത്യയാണ്. മെഡീവൽ ഇന്ത്യയിൽ നമുക്കിനി ബാമിനി സാമ്രാജ്യം, മറാത്ത സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യം, സിഖ് സാമ്രാജ്യം, ചോളവംശം, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ അത് രണ്ട് ക്ലാസ് കൊണ്ട് നമ്മൾ മെഡീവൽ ഇന്ത്യ അവസാനിപ്പിക്കും. ഒരു ഓർഡറിൽ ഭംഗിയായിട്ടാണ് മെഡീവൽ ഇന്ത്യയുടെ ക്ലാസ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു ക്ലാസ്സോടുകൂടി മെഡീവൽ ഇന്ത്യ തീരാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചോളവംശത്തെ കുറിച്ചും സിഖുകാരെ കുറിച്ചുമാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അത്രയും പഠിച്ചു കഴിയുമ്പോഴാണ് മെഡീവൽ ഇന്ത്യ തീരുള്ളൂ. അങ്ങനെ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്രദമാവും പരീക്ഷകൾക്ക്. പ്ലസ് ഇതിൽ നമ്മൾ NCERT SCERT ബുക്കുകളിലുള്ള കുട്ടികളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ചോളവംശത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഒരു രാജവംശമാണ് ചോളവംശം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചോളവംശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ചോളവംശം രണ്ട് പാർട്ടായിട്ടാണ് ചോളവംശത്തെ കുറിച്ച് പഠിക്കുക. കാരണം ആദ്യം ചോളവംശം ഒരാൾ സ്ഥാപിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ചോളവംശം സ്ഥാപിച്ചത് കരികാല ചോളൻ എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ കരികാല ചോളൻ ചോളവംശം സ്ഥാപിച്ച് ഉറയൂർ എന്ന് പറയുന്ന സ്ഥലം തലസ്ഥാനൊക്കെ ആയിട്ട് അദ്ദേഹം ചോളവംശം സ്ഥാപിച്ചു. പക്ഷെ അത്രയും ഒരു എന്താ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോള രാജാവൊന്നും ആയിരുന്നില്ല അദ്ദേഹം. അത്ര നാളൊന്നും അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റിയില്ല. ആ ചോള വംശം അങ്ങനെ ക്ഷയിച്ചു പോവാണ്. അതിനുശേഷം പിന്നീട് ചോള സാമ്രാജ്യം വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് അപ്പൊ ആദ്യത്തെ ചോള വംശത്തെ കുറിച്ച് ഒന്നും പഠിക്കാനില്ല. ചോളവംശം ആദ്യമായിട്ട് സ്ഥാപിച്ചത് കരികാല ചോളൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. കരികാല ചോളന്റെ തലസ്ഥാനം ഉറയൂരാണെന്ന് ഓർത്തു വെക്കുക. ഒരു പോയിന്റും കൂടി ഓർക്കണം. പരുത്തി കൃഷിക്ക് പേര് കേട്ട ചോളവംശത്തിലെ ഒരു സ്ഥലമാണ് ഉറയൂർ എന്ന് പറഞ്ഞ. ഈ 3 പോയിന്റും നമ്മുടെ ആദ്യകാല ചോളവംശത്തെ കുറിച്ച് ഓർക്കുക. ആദ്യകാലത്തെ ചോളവംശമാണ്, പിൽക്കാലത്തെ ചോള സാമ്രാജ്യമാണ്. കാരണം എന്തുകൊണ്ടായിരിക്കും? കുറച്ചും കൂടി വിസ്തൃതി ഉണ്ടായിരുന്നുണ്ടാവും ആ രാജവംശത്തിന്. അതുകൊണ്ടാണല്ലോ സാമ്രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ പിൽക്കാല ചോള സാമ്രാജ്യം സ്ഥാപിക്കുന്നത് വിജയാലയ എന്ന് പറയുന്ന ചോളവംശ രാജാവാണ്. ആരാണ്? വിജയാലയ. അപ്പൊ വിജയാലയ എന്ന് പറയുന്ന ചോളനാണ് എന്ത് സ്ഥാപിക്കുന്നത്? പിൽക്കാല ചോള സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. പരകേസരി, രാജകേസരി. പരകേസരി, രാജകേസരി എന്നീ പേരുകളില് അല്ലെങ്കിൽ അപരനാമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പിൽക്കാല ചോള സാമ്രാജ്യ സ്ഥാപകന്റെ പേര് വിജയാലയ എന്നാണ്. അദ്ദേഹം തലസ്ഥാനമായിട്ട് സെലക്ട് ചെയ്തത് തഞ്ചാവൂരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? തഞ്ചാവൂരായിരുന്നു. ഇനി ചോളന്മാരെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പഠിക്കണം. ഒന്ന്, ചോളന്മാരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചോളന്മാരുടെ കാലഘട്ടത്തില് വളരെ നല്ല രീതിയിലുള്ള നാവിക സേന അവർക്ക് ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കുക. എന്താണ്? നാവിക ശക്തി അല്ലെങ്കിൽ നാവിക സേന ഗംഭീരമായിട്ട് ഉണ്ടായിരുന്ന ഒരു സൗത്ത് ഇന്ത്യൻ രാജവംശമാണ് ചോളവംശം. അടുത്തത്, ക്ഷേത്രമൊക്കെ നിർമ്മിക്കുമ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിൽ ഗോപുര രീതി ഫോളോ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ചോളന്മാര്. അപ്പൊ ക്ഷേത്ര നിർമ്മാണത്തിൽ ഗോപുര രീതി ഫോളോ ചെയ്തിരുന്ന വംശജരാരാണ്? ചോളവംശജരാണ്. നടരാജ വിഗ്രഹം ആരുടെ സംഭാവനയാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചോളന്മാരുടെ സംഭാവനയാണ്. അപ്പൊ നടരാജ വിഗ്രഹം ചോളന്മാരുടെ സംഭാവനയാണ്. ക്ഷേത്ര നിർമ്മാണത്തിൽ ഇവർ ഗോപുര രീതിയാണ് ഫോളോ ചെയ്തിരുന്നത്. ഇവര് എന്താണ് നാവിക സേനയൊക്കെ ഉണ്ടായിരുന്ന രാജവംശജരാണെന്ന് ഓർക്കുക. ഈ ചോളന്മാരുടെ ആദ്യത്തെ തലസ്ഥാനം എന്താണ്? ഉറയൂര്. പരുത്തി കൃഷിക്ക് പേര് കേട്ട തലസ്ഥാനം. രണ്ടാമത്തെ തലസ്ഥാനം തഞ്ചാവൂരാണ്. അത് നമ്മൾ പറഞ്ഞു. ഇനി ഇവരുടെ ഓരോ പ്രത്യേകതകളാ പഠിക്കുന്നത്. ഇവരുടെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖം ഉണ്ടായിരുന്നു. തുറമുഖത്തിന്റെ പേര് കാവേരി പട്ടണം അഥവാ പൂംപുഹാർ പട്ടണം എന്നായിരുന്നു. അപ്പൊ കാവേരി പട്ടണം അഥവാ പൂംപുഹാർ എന്ന് പറയുന്നത് ചോളന്മാരുടെ ഒരു പ്രധാന തുറമുഖമായിരുന്നു. ചോളന്മാരുടെ കാലത്തെ രാജകീയ മുദ്ര കടുവയായിരുന്നു. രാജകീയ മുദ്ര എന്തായിരുന്നു? കടുവയായിരുന്നു ചോളന്മാരുടെ രാജകീയ മുദ്ര. അവര് പ്രജകളിൽ നിന്ന് രാജാക്കന്മാര് നികുതി പിരിച്ചിരുന്ന നികുതിയെ കരൈ എന്ന് വിളിച്ചിരുന്നു. എന്താണ് നികുതിക്ക് വിളിച്ചിരുന്നത്? കരൈ എന്നാണ് നികുതിക്ക് വിളിച്ചിരുന്നത്. കരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ നികുതിക്ക്? അത്. ഇനി അടുത്ത അവരുടെ കാലത്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഭരണമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് നീതിന്യായ കോടതികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്തെ നീതിന്യായ കോടതികളെ ഓലൈ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അപ്പൊ ചോളന്മാരുടെ കാലത്തെ നീതിന്യായ കോടതികളുടെ പേരെന്താ? ഓലൈ. ചോളകാലത്തെ നീതിന്യായ കോടതികളെ എന്ത് വിളിക്കുന്നു? ഓലൈ എന്ന് വിളിക്കുന്നു. ഇനി ചോളന്മാരുടെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു? എങ്ങനെ അവര് ഭരിച്ചിരുന്നേ? ഗ്രാമ സ്വയം ഭരണമായിരുന്നു. ഓരോരോ ഗ്രാമങ്ങളിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഗ്രാമങ്ങളിലെ ഭരണങ്ങൾ തന്നെ രണ്ട് രീതിയിൽ, രണ്ട് സഭകൾ മുഖാന്തരമാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോ ഗ്രാമ സ്വയം ഭരണം രണ്ട് പാർട്ടായിട്ടായിരുന്നു.
രണ്ട് പാർട്ടിനെ നമ്മൾ സഭകൾ എന്നാ വിളിക്കുക. ഒന്ന് സാധാ സഭ, അവിടെ ബ്രാഹ്മണർ മാത്രം പങ്കെടുക്കുന്ന കമ്മിറ്റികളാണ്. അടുത്തത് ഊര് സഭ എന്ന് പറയും. ആ ഊരിലുള്ള അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും കൂടി ചേർന്നിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ കമ്മിറ്റി, അങ്ങനെയാണ് എന്ത് പറയുന്നത്, ഊര് സഭ എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു ഗ്രാമങ്ങളുടെ ഭരണരീതി. ഇങ്ങനെയായിരുന്നു ഗ്രാമത്തിലെ ഭരണം അല്ലെങ്കിൽ ഗ്രാമ സ്വയം ഭരണമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തന്നത് ഒരു ശിലാശാസനത്തിൽ കൂടെയാണ്. ആ ശിലാശാസനത്തിന്റെ പേര് ഉത്തരമേരൂർ ശിലാശാസനം എന്നാണ്. ഉത്തരമേരൂർ ശിലാശാസനം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശാസനം? ഓരോ ഭരണകാലത്തും രാജാക്കന്മാരുടെ കാലത്ത് രാജാക്കന്മാർ ഓരോരോ രീതിയിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ആ ഉത്തരവുകൾ പല രീതിയിൽ, ചിലപ്പോൾ ചിലർ കല്ലിൽ എഴുതി വെക്കും, ചിലര് അതിനെയാണ് നമ്മൾ ശിലാശാസനം എന്ന് പറയുക. ചിലര് ഇരുമ്പില് എഴുതി വെക്കും, അതിനെ ഇരുമ്പ് ശാസനം എന്ന് പറയും. അങ്ങനെ പല രീതിയിൽ ഓരോരുത്തർ എഴുതി വെക്കും. അങ്ങനെ കല്ലിൽ എഴുതി വെച്ച ഒരു ശാസനമാണ് ഉത്തരമേരൂർ ശിലാശാസനം. ഈ ശാസനം പുറപ്പെടുവിച്ചത് പരന്തക ചോളൻ എന്ന് പറയുന്ന രാജാവാണ്. അപ്പൊ ഏത് രാജാവാ? പരന്തകൻ എന്ന് പറയുന്ന ചോള രാജാവ് പുറപ്പെടുവിച്ച ശാസനത്തിന്റെ പേരാണ് ഉത്തരമേരൂർ ശിലാശാസനം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഗ്രാമഭരണമാണ് ചോളന്മാരെ ഫോളോ ചെയ്തിരുന്നത്. ഇനി അടുത്തത് നോക്കൂ, ചോളന്മാരുടെ കാലത്ത് ഭൂമി. ഇപ്പൊ നമ്മൾ കേരള ഹിസ്റ്ററി പഠിച്ചപ്പോ കേരള ഹിസ്റ്ററിയിൽ പഠിച്ചു ഭൂമികളെ നമുക്ക് എന്താണ്, ദേവസ്വം ഭൂമി, ബ്രഹ്മസ്വം ഭൂമി, അങ്ങനെ പലതരത്തിലുള്ള ഭൂമികൾ ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളത് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ചോളന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ഭൂമികളെ നമ്മൾ എന്താ വിളിക്കുക അറിയോ? അതായത് ബ്രഹ്മദേയ, ദേവദാന, വെള്ളാൻ വകൈ, പള്ളിച്ചാണ്ടം എന്നൊക്കെ വിളിക്കുക. എന്താ അത്? ചോള രാജാക്കന്മാര് ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയെ ബ്രഹ്മദേയ എന്നും, ചോള രാജാക്കന്മാർ ക്ഷേത്രങ്ങൾക്ക് ദാനമായി നൽകിയ ഭൂമിയെ ദേവദാന എന്നും, കൃഷിക്കാർക്ക് നൽകിയ ഭൂമിയെ വെള്ളാൻ വകൈ എന്നും, അവരുടെ കാലത്ത് നിലനിന്നിരുന്ന ജൈനമത സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമിയെ പള്ളിച്ചാണ്ടം എന്നുമാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെ ഭൂമികളുടെ പേരാണ്. പള്ളിച്ചാണ്ടം ഒരു ഭൂമിയാണ്, വെള്ളാൻ വകൈ എന്നത് ഭൂമിയാണ്, ദേവദാന, ബ്രഹ്മദയ ഇതൊക്കെ ഭൂമി. അത് കുട്ടികളുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണേ. ബ്രഹ്മദയ ചോള രാജാക്കന്മാര് ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമി, ദേവദാന ചോള രാജാക്കന്മാര് ക്ഷേത്രങ്ങൾക്ക് ദാനമായി നൽകിയ ഭൂമി, വെള്ളാൻ വകൈ ചോള രാജാക്കന്മാര് കൃഷിക്കാർക്ക് കൊടുത്ത ഭൂമി, പള്ളിച്ചാണ്ടം ചോള രാജാക്കന്മാര് ജൈനമത സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി. ഇതൊക്കെയാണ് ഭൂമികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമ്മള് അടുത്ത ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഒന്ന്, കരികാല ചോളൻ ആദ്യം സ്ഥാപിച്ചു, വിജയാലയ സാമ്രാജ്യം സ്ഥാപിച്ചു. അതിനുശേഷം പരന്തക ചോളൻ എന്തുണ്ടാക്കി? ഉത്തരമേരൂർ ശിലാശാസനം കൊണ്ടുവന്നു. ഇനി അടുത്ത കുറച്ചും കൂടി പ്രശസ്തനായിട്ടുള്ള ഒരു രാജാവാണ് രാജരാജ ചോളൻ എന്ന് വിളിക്കുന്ന ചോളൻ. ഈ രാജരാജ ചോളനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ദക്ഷിണേന്ത്യയിലെ അലക്സാണ്ടർ എന്നാണ്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ അലക്സാണ്ടർ എന്നറിയപ്പെടുന്ന, ഇങ്ങനെ ദക്ഷിണേന്ത്യയിലെ അലക്സാണ്ടർ എന്നറിയപ്പെടുന്ന ചോള വംശത്തിലെ രാജാവിന്റെ പേര് രാജരാജ ചോളൻ എന്നാണ്. ഈ രാജരാജ ചോളന്റെ പ്രത്യേകത, ഇദ്ദേഹം ശ്രീലങ്ക ആക്രമിച്ച് കീഴടക്കിയ ചോള രാജാവാണ്. ശ്രീലങ്ക ആക്രമിച്ച് കീഴടക്കി. നമ്മൾ പറഞ്ഞു നാവിക സേന വളരെ പ്രബലമായിട്ടുണ്ടായിരുന്ന രാജവംശമാണ്. അപ്പൊ അവർക്ക് ശ്രീലങ്കയൊക്കെ ആക്രമിക്കാലോ. എന്നാൽ ശ്രീലങ്ക ആക്രമിച്ച് കീഴടക്കിയ ചോള രാജാവാണ് രാജരാജ ചോളൻ. ആദ്യമായി ശ്രീലങ്ക ആക്രമിച്ച ചോള രാജാവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇലാര പറയും. ആദ്യമായി ശ്രീലങ്ക ആക്രമിച്ച ചോള രാജാവ് ഇലാര എന്ന് പറയുന്ന ചോള രാജാവ്. ഇനി ഇദ്ദേഹം ദക്ഷിണേന്ത്യയിലെ അലക്സാണ്ടർ ആണ്. ആര്? രാജരാജ ചോളൻ. അതുപോലെ തന്നെ ശ്രീലങ്ക ആക്രമിച്ച് കീഴടക്കി. ഈ രാജരാജ ചോളന്റെ സമകാലീനനായിരുന്ന ചേരവംശ രാജാവിന്റെ പേര് ഭാസ്കര രവിവർമ്മൻ എന്നാണ്. എന്താണ്? ഭാസ്കര രവിവർമ്മൻ. ഈ ഭാസ്കര രവിവർമ്മനെ ഇദ്ദേഹം ആക്രമിച്ചു. ഭാസ്കര രവിവർമ്മനെ ആക്രമിച്ചേക്കാൾ പ്രാധാന്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ അദ്ദേഹം തിരുവനന്തപുരം ആ ഭാഗത്തായിരുന്നു ഭാസ്കര രവിവർമ്മന്റെ ഏരിയ. ആ സമയത്ത് തന്നെ ഇദ്ദേഹം കാന്തളൂർ ശാലയും കൂടി ആക്രമിച്ചു പിടിച്ചെടുത്തു. അപ്പൊ കാന്തളൂർ ശാല എന്താ? ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏത്? കാന്തളൂർ ശാല. അപ്പൊ കാന്തളൂർ ശാല ആക്രമിച്ച് പിടിച്ചെടുത്തത് ആരാണ്? രാജരാജ ചോളനാണ്. ഇനി ഇദ്ദേഹം ആക്രമണം മാത്രമൊന്നല്ല, ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ ഗോപുര രീതിയൊക്കെ ഫോളോ ചെയ്തിരുന്ന ആൾക്കാരല്ലേ ചോളന്മാര്. തഞ്ചാവൂരില് ബൃഹദേശ്വര ക്ഷേത്രം അഥവാ രാജരാജേശ്വരി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഉണ്ട്. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാട്ടോ. ബൃഹദേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞാലും രാജരാജേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞാലും അത് പണിതത് രാജരാജ ഒന്നാമനാണ്. രാജരാജ ചോളൻ.
അപ്പൊ രാജരാജ ചോളനാണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം അഥവാ രാജേശ്വരി ക്ഷേത്രം പണിതതെന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇനി ചോളവംശത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള രാജാവ് രാജേന്ദ്ര ചോളൻ. ചോളവംശത്തിലെ ഏറ്റവും പ്രശസ്തന്റെ പേര് രാജേന്ദ്ര ചോളൻ എന്നാണ്. എന്താണ്? രാജേന്ദ്ര ചോളൻ. ഇദ്ദേഹത്തിനെ ഉത്തമ ചോളൻ, പണ്ഡിത ചോളൻ, ഗംഗൈ കൊണ്ട ചോളൻ എന്നൊക്കെ വിളിക്കും. ഉത്തമ ചോളൻ, പണ്ഡിത ചോളൻ, ഗംഗൈ കൊണ്ട ചോളൻ എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? രാജേന്ദ്ര ചോളനെയാണ്. എന്താ രാജേന്ദ്ര ചോളന് ഗംഗൈ കൊണ്ട ചോളൻ എന്ന് പേര് വരാൻ കാരണം? ബംഗാളില് പാലവംശം എന്ന് പറയുന്ന ഒരു വംശം ഇദ്ദേഹത്തിന്റെ കാലത്ത് രാജേന്ദ്ര ചോളൻ ചോളവംശം ഭരിക്കുമ്പോൾ സമകാലീനനായിരുന്ന ഒരു രാജാവാണ്, പാലവംശ രാജാവാണ് മഹിപാലൻ. പാലവംശത്തിലെ രാജാവ്. ഈ മഹിപാലനെ ഇദ്ദേഹം തോൽപ്പിക്കുകയാണ്. അപ്പൊ ബംഗാളിലേക്ക് ഇങ്ങനെ എങ്ങനെയാ പോയേ? ഗംഗാ നദി മുറിച്ചു കടന്ന് ബംഗാളിൽ ചെന്ന് ആരെ തോൽപ്പിക്കുകയാണ്? മഹിപാലനെ തോൽപ്പിക്കുകയാണ്. അപ്പോഴോ മഹിപാലനെ തോൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട്, ഗംഗാ നദി മുറിച്ചു കടന്ന് പോയി തോൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം ഏത് പേര് സ്വീകരിച്ചു? ഗംഗൈ കൊണ്ട ചോളൻ എന്ന പേര് സ്വീകരിച്ചു. ഇനി എന്തുണ്ടായി? ഇദ്ദേഹം ഒരു പട്ടണവും സ്ഥാപിച്ചു തലസ്ഥാനായിട്ട്, ഗംഗൈ കൊണ്ട് ചോളപുരം. അപ്പൊ രാജേന്ദ്ര ചോളൻ തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് ഏതാ? ഗംഗൈ കൊണ്ട ചോളപുരം എന്ന് പറയുന്ന പ്രദേശമാണ്. അത് ഇദ്ദേഹം പണിതതാണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി അപ്പൊ നമ്മൾ ബംഗാളില് പാലവംശം എന്ന് പറയുന്ന വംശം ഉണ്ടായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞപ്പോ പാലവംശത്തെ കുറിച്ച് 2-3 കാര്യങ്ങളൊന്നും ഓർത്തു വെക്കുക. കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ പാലവംശം ബംഗാൾ ആസ്ഥാനമായി ഭരിച്ചിരുന്ന വംശമാണ്. പാലവംശത്തിന്റെ സ്ഥാപകൻ ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഗോപാലൻ എന്ന് പറയുന്ന രാജാവാണ് പാലവംശം സ്ഥാപിക്കുന്നത്. പാലവംശത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവ് ധർമ്മപാലനാണ്. പാലവംശത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവ് ധർമ്മപാലനാണ്. ധർമ്മപാലൻ 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, വിക്രമശില സർവകലാശാല, ബംഗാളിലെ വിക്രമശില സർവകലാശാല സ്ഥാപിക്കുകയും ഗിൽജി നശിപ്പിച്ച നളന്ദ പുനരുദ്ധരിക്കുകയും ചെയ്തു. അതായത് നളന്ദ ആകെ ആക്രമിച്ച് ഒരു വശാക്കി വെച്ചിടുന്ന നളന്ദയെ ഭംഗിയാക്കി അതിന്റെ പുനരുദ്ധാരണം ചെയ്തത് ധർമ്മപാലനാണ്. വിക്രമശില സർവകലാശാല സ്ഥാപിച്ചതും ആരാണ്? ധർമ്മപാലനാണ്. അപ്പൊ നമ്മൾ കാന്തളൂർ ശാല എന്ന് പറയുന്നതിനെ കുറിച്ച് പഠിച്ചു അല്ലെ. കാന്തളൂർ ശാല ആര് പിടിച്ചെടുത്തു? രാജരാജ ചോളൻ പിടിച്ചെടുത്തു. ഇനി വിക്രമശില സർവകലാശാല ആര് സ്ഥാപിച്ചു? പാലവംശത്തിലെ പ്രശസ്തനായിട്ടുള്ള രാജാവ് ധർമ്മപാലൻ സ്ഥാപിച്ചു. നളന്ദ ആര് എന്താ പറയാ ആക്രമിച്ചു? ഗിൽജി ആക്രമിച്ച് നശിപ്പിച്ചു. ആ ആക്രമിച്ച് നശിപ്പിച്ച നളന്ദയെ പുനരുദ്ധരിച്ചത് ആരാണ്? ധർമ്മപാലൻ. ഇത്രയും കാര്യങ്ങൾ ധർമ്മപാലനെ കുറിച്ചും കൂടി ഓർത്തു വയ്ക്കാം. അപ്പൊ ചോളവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായ രാജേന്ദ്ര ചോളനെ കുറിച്ചും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നദി ഏതായിരുന്നു എന്ന് ചോദിച്ച ചോളവംശവുമായി ബന്ധപ്പെട്ടപ്പോ നമ്മള് ഗംഗൈ കൊണ്ട ചോളപുരം പറഞ്ഞപ്പോ ഗംഗയല്ല നദി, അത് ഓർത്തു വെക്കണം, കാവേരി നദിയാണ്. അക്കാലത്ത് പ്രധാനപ്പെട്ട നദി ഏതാണ്? ചോള രാജാക്കന്മാരുടെ കാവേരി നദിയാണെന്നും കൂടി ഓർത്തു വെക്കാട്ടോ. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, തമിഴ് സാഹിത്യത്തിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? തമിഴ് സാഹിത്യത്തിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? ആരുടെ ഭരണകാലമാണ്? ചോളന്മാരുടെ ഭരണകാലമാണ് കേട്ടോ. അതും കൂടി ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ചോളവംശം എന്ന് പറയുന്ന വംശം നമ്മളിവിടെ പഠിച്ചു തീർക്കുകയാണ്. ഇനി നമ്മള് സിഖ് ഗുരുക്കന്മാരെ 5ാമത്തെ ഗുരുവിനെ 9ാമത്തെ ഗുരുവിനെ ഒക്കെ ഓരോരുത്തർ വധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുഗൾ സാമ്രാജ്യം പഠിച്ചപ്പോൾ പഠിച്ചു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സിഖുകാരുമായി ബന്ധപ്പെട്ടുള്ള ഗുരുക്കന്മാരെയും അവരുടെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് തീർക്കാം. അപ്പൊ സിഖ് വംശം അല്ലെങ്കിൽ സിഖ് മതം സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചു? ഗുരുനാനാക്കാണ്. സിഖ് മതം സ്ഥാപിച്ച വ്യക്തി ഗുരുനാനാക്കാണ്. സിഖുകാരുടെ മതഗ്രന്ഥത്തിനെ നമ്മൾ ആദി ഗ്രന്ഥം എന്നോ ഗുരു ഗ്രന്ഥ സാഹിബ് എന്നോ വിളിക്കും. സിഖുകാരുടെ മതഗ്രന്ഥത്തെ വിളിക്കുന്നത് ഒന്നുകിൽ ആദി ഗ്രന്ഥം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് വിളിക്കാം. ക്ലിയർ ആയല്ലോ. സിഖുകാർക്ക് ഒരു ലിപി ഉണ്ട്. സിഖുകാരുടെ ലിപി പഞ്ചാബി ഭാഷയുടെ ലിപിയാണ്. ലിപിയുടെ പേര് ഗുരുമുഖി ലിപി എന്നാണ്. അപ്പൊ സിഖുകാരുടെ ലിപി ഗുരുമുഖി ലിപിയാണ്. ഇത് പഞ്ചാബി ഭാഷയുടെ ലിപിയാണ് എന്ന് ഓർക്കുക. സിഖ് മതക്കാരുടെ ആരാധനാ സ്ഥലത്തെ നമ്മൾ ഗുരുദ്വാര എന്ന് വിളിക്കുന്നു. സിഖ് മതക്കാരുടെ ആരാധനാ സ്ഥലത്തെ നമ്മൾ ഗുരുദ്വാര എന്ന് വിളിക്കുന്നു. സിഖുകാരുടെ ആരാധനാ ക്ഷേത്രത്തെ നമ്മൾ സുവർണ ക്ഷേത്രം. സിഖുകാരുടെ പ്രധാന ആരാധനാ ക്ഷേത്രമാണ് സുവർണ ക്ഷേത്രം.
ഇവരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൃത്സർ ആണ്. സിഖുകാരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം ഏതാണ്? അമൃത്സർ ആണ്. ഇനി സിഖുകാരുടെ പ്രധാന ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ ഗുരു പർവ. സിഖുകാരുടെ ആഘോഷം ഗുരു പർവ. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ, സിഖ് മതം സ്ഥാപിക്കുന്നു ഗുരു നാനാക്ക്. സിഖുകാരുടെ പ്രധാനപ്പെട്ട ഗുരു അല്ലെ ഗുരു നാനാക്ക് സിഖ് മതം സ്ഥാപിക്കുന്നു. സിഖുകാരുടെ മതഗ്രന്ഥം ആദ്യ ഗ്രന്ഥം അഥവാ ഗുരു ഗ്രന്ഥ സാഹിബാണ്. അവരുടെ ലിപി പഞ്ചാബി ഭാഷയുടെ ലിപിയായ ഗുരുമുഖി ലിപിയാണ്. പ്രധാന ആരാധനാ സ്ഥലം ഗുരുദ്വാരയാണ്. ആരാധനാ ക്ഷേത്രം സുവർണ ക്ഷേത്രമാണ്. തീർത്ഥാടന കേന്ദ്രം അമൃത്സറാണ്. അവരുടെ പ്രധാനപ്പെട്ട ആഘോഷത്തിന്റെ പേര് ഗുരു പർവ. അപ്പൊ ഗുരു പർവ ആരുടെ ആഘോഷമാണ്? സിഖുകാരുടെ ആഘോഷമാണ്. ഇനി സിഖുകാരുടെ നമ്മള് സിഖ് ഗുരുക്കന്മാരെയാ പഠിക്കാൻ പോണേ. ഫസ്റ്റ് ഗുരുവിന്റെ പേര് ഗുരു നാനാക്ക് എന്നാണ്. 1469 പാകിസ്ഥാനിലെ താൽവണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗുരു നാനാക്ക് ജനിക്കുന്നത്. 1469 പാകിസ്ഥാനിലെ താൽവണ്ടിയിലാണ് ഗുരു നാനാക്ക് ജനിക്കുന്നത്. അദ്ദേഹത്തിന് 1499 അദ്ദേഹത്തിന്റെ 30ാമത്തെ വയസ്സിൽ സുൽത്താൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ജ്ഞാനോദയം ലഭിക്കുന്നു. സുൽത്താൻപൂരിൽ വെച്ച് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ അധ്യാപകൻ കബീർ ആണ്. അദ്ദേഹത്തിന്റെ അധ്യാപകന്റെ പേര് കബീർ എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ വിളിക്കുന്നത് ജാനം സാഹിബ് എന്നാണ്. അതായത് ഗുരുനാനാക്കിന്റെ ജീവചരിത്രം അറിയപ്പെടുന്നത് ജാനം സാഹിബ് എന്നാണ്. അത് തയ്യാറാക്കിയത് ഗുരു അങ്കദ് ആണ്. ആരാണ്? ഗുരു അങ്കദ്. അടുത്ത ഗുരുവാണ് ഗുരു അങ്കദ്. അദ്ദേഹമാണ് അത് തയ്യാറാക്കിയത്. ഇദ്ദേഹം ഗുരുനാനക് ബാബറുടെ സമകാലീനനായിരുന്നു. 1535 അദ്ദേഹം മരണപ്പെടുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഖബറിടം കർത്താർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാണപ്പെടുന്നു. എവിടെയാണ്? കർത്താർപൂർ. അപ്പൊ പാകിസ്ഥാനിലെ താൽവണ്ടിയിൽ ജനിക്കുന്നു. സുൽത്താൻപൂരിൽ വെച്ച് ജ്ഞാനോദയം ലഭിക്കുന്നു. കർത്താർപൂരിൽ അദ്ദേഹത്തിന്റെ ഖബറിടം കാണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഗുരു കബീറാണ്. ജീവചരിത്രം ജാനം സാഹിബാണ്. രചിച്ചത് ഗുരു അങ്കദാണ്. അദ്ദേഹം രണ്ടാമത്തെ സിഖ് ഗുരുവാണ്. അപ്പൊ രണ്ടാമത്തെ സിഖ് ഗുരുവാണ് ഗുരു അങ്കദ് എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സിഖുകാരുടെ ലിപിയായ ഗുരുമുഖി ലിപി, സിഖ് ലിപിയായ ഗുരുമുഖി ലിപിയുടെ സംഭാവന ആരാണ്? അത് സംഭാവന ചെയ്തത് ഗുരു അങ്കദാണ്. ആരാണ്? ഗുരു അങ്കദാണ്. അടുത്ത ഗുരുവിന്റെ പേര് ഗുരു അമർദാസ് എന്നാണ്. അപ്പൊ ഗുരുനാനാക്ക്, ഗുരു അങ്കദ്, മൂന്നാമത്തേതാണ് ഗുരു അമർദാസ്. ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചാൽ മതി. പ്രശസ്തനായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവായ ഒരു സിഖ് ഗുരു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു അമർദാസ് ആണ്. ആരാണ്? ഗുരു അമർദാസ്. ഇനി അടുത്തത് ആളുടെ പേര് ഗുരു രാംദാസ് എന്നാണ്. രാംദാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അമൃത്സർ എന്ന് പറയുന്ന പട്ടണം സ്ഥാപിച്ചത് ഗുരു രാംദാസ് ആണ്. ഈ അമൃത്സർ പട്ടണം രാംദാസിന് പണിയാൻ സ്ഥലം വിട്ടുകൊടുത്ത മുഗൾ ഭരണാധികാരി അക്ബറാണ്. അപ്പൊ അത് രണ്ടും പ്രധാനമാണ്. അമൃത്സർ പട്ടണം പണിത സിഖ് ഗുരു ഗുരു രാംദാസ് ആണ്. അമൃത്സർ പട്ടണം പണിയാൻ സിഖ് ഗുരുവായ രാംദാസിന് സ്ഥലം വിട്ടുകൊടുത്ത മുഗൾ ഭരണാധികാരി അക്ബർ ചക്രവർത്തിയാണ്. ക്ലിയർ ആയല്ലോ? ഇനി അഞ്ചാമത്തെ സിഖ് ഗുരുവാണ്, നമ്മൾ പഠിച്ചതാണ്, ജഹാംഗീർ ആണ് അദ്ദേഹത്തെ വധിച്ചത്. അപ്പൊ ജഹാംഗീറിനാൽ, മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിനാൽ വധിക്കപ്പെട്ട ഗുരുവാണ് ഗുരു അർജുൻ ദേവ്. അദ്ദേഹം എത്രാമത്തെ സിഖ് ഗുരു? അഞ്ചാമത്തെ സിഖ് ഗുരുവാണ്. ഇനി ഇദ്ദേഹമാണ് സുവർണക്ഷേത്രം നിർമ്മിച്ച. അപ്പൊ സുവർണക്ഷേത്രം നിർമ്മിച്ച സിഖ് ഗുരു ആരാന്ന് ചോദിച്ചാൽ ഗുരു അർജുൻ ദേവ് ആണ്. സുവർണക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? ഗുരു അർജുൻ ദേവ് ആണ്. അടുത്തതാണ് ഹർഗോവിന്ദ് എന്ന് പറയുന്ന വ്യക്തി. ആരാണ്? ഹർഗോവിന്ദ്. പ്രത്യേകിച്ച് ഹർഗോവിന്ദിനെ കുറിച്ചൊന്നും പഠിക്കാനില്ല. അടുത്ത ഹർറായി എന്ന് പറയുന്ന സിഖ് ഗുരു, അദ്ദേഹത്തെ കുറിച്ചും പഠിക്കാനില്ല. അടുത്ത എട്ടാമത്തെ ആള് ഹർകിഷൻ ആണ്. ഹർകിഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ കുഞ്ഞു പ്രായത്തിൽ, വളരെ ചെറുപ്പത്തിൽ, 6ാമത്തെ വയസ്സിൽ അദ്ദേഹം ഗുരുവായി എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ 6 വയസ്സിൽ ഗുരുവായ ആളാണ് ഹർകിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാലഗുരു എന്നറിയപ്പെടുന്നതും ഹർകിഷനെയാണ്. അപ്പൊ ബാലഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഹർകിഷനാണ്. വസൂരി ബാധിച്ച് അദ്ദേഹം മരിക്കുകയാണ്. ഹർകിഷന് ശേഷം പിന്നെ 9ാമത്തെ ഗുരു ഗുരു തേജ് ബഹാദൂർ ആണ്. അദ്ദേഹത്തെയും നിങ്ങൾക്കറിയാം. കാരണം ഔറംഗസീബിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരു 9ാമത്തെ ഗുരുവായ ഗുരു തേജ് ബഹാദൂർ ആണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ക്ലിയർ ആയല്ലോ? ഇനി 10ാമത്തെ ഗുരുവാണ് ഗുരു ഗോവിന്ദ് സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 10ാമത്തെ ഗുരുവാണ്. അവസാനത്തെ ഗുരുവാണ് ഗുരു ഗോവിന്ദ് സിംഗ്. സിഖുകാരുടെ പേരിനൊപ്പം സിംഗ് എന്ന വാക്ക് ചേർക്കുന്ന ആ സമ്പ്രദായം, സിസ്റ്റം കൊണ്ടുവന്നത്
ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. എന്നിട്ട് പറയാണ് ഇനി എന്റെ കാലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗുരു ഗ്രന്ഥ സാഹിബിനെ നിങ്ങൾ സിഖ് ഗുരുവായി കാണാൻ സിഖുകാരോട് നിർദ്ദേശിക്കുകയാണ്. അപ്പോ ഗുരു ഗ്രന്ഥ സാഹിബിനെ ഗുരുവായി കാണാൻ നിർദ്ദേശിച്ചത് ആരാണ്? അതായത് ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. അപ്പൊ 11ാമത്തെ ഗുരു എന്താ പറയുന്നത്, ഗുരുവായിട്ട് സിഖുകാർ കണക്കാക്കുന്നത് ഏതിനെയാണ്? ഗുരു ഗ്രന്ഥ സാഹിബിനെയാണ്. അപ്പോ 11 ഗുരുക്കന്മാരാണ്. 11ാമത്തെ ഗുരു അവരുടെ പുസ്തകം തന്നെയാണ് ഗുരു ഗ്രന്ഥ സാഹിബ് തന്നെയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് സിഖ് മതവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി സിഖ് മതവുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒരു കമ്മീഷനെ കുറിച്ചും കൂടി ഓർത്തു വെക്കാം. സിഖ് വിരുദ്ധ കലാപം നടന്നു. ആ സിഖ് വിരുദ്ധ കലാപത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ നിയോഗിക്കേണ്ടായി. ആ കമ്മീഷന്റെ പേര് നാനാവതി കമ്മീഷൻ എന്നാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ സിഖ് വിരുദ്ധ കലാപത്തിലൊക്കെ കൊല്ലപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബിയാന്ത് സിംഗ് എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ബിയാന്ത് സിംഗ്. അപ്പൊ സിഖ് വിരുദ്ധ കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേര് നാനാവതി കമ്മീഷൻ. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട CM ആരാണ്? ബിയാന്ത് സിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് സിഖുകാരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഞ്ചാബിലാണ് സിഖുകാര് അല്ലെ. കേരളത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എറണാകുളം ജില്ല പറയാം. അപ്പൊ ഇത്രയാണ് സിഖുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് 3 വംശം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മുഗൾ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അവസാനിപ്പിക്കും. അപ്പൊ അതോടുകൂടി തീർന്നു. അപ്പൊ ഭംഗിയായിട്ട് അതിന്റെ റിവിഷൻ ഒക്കെ നടത്തി നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോവുക. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണ് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.